എൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും സ്റ്റഡി വ്ളോഗ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതിനൊക്കെ മുന്നായിട്ട് ഈ ഒരു റൂമിൻ്റെ ആംബിയൻസ് ഞാനൊന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു യെല്ലോ ഫ്ലവർ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സീസൺ ആയതുകൊണ്ട് അത് ജസ്റ്റ് പറിച്ചിട്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് അത് 1-2 ദിവസം അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ നിന്നോളും, വാടിപ്പോവാതെ. ഇന്ന് കാര്യമായിട്ട് റിവിഷനാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഒട്ടുമിക്ക ടൈമിലും വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പം റിവിഷനാണ് ചെയ്യാറുള്ളത്. കാരണം ഫസ്റ്റ് ടൈം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഫോക്കസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവും. പിന്നുണ്ടല്ലോ, ഈ പഠിക്കുന്നതിൻ്റെ ഒപ്പം വീഡിയോസ് എടുക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പഠനത്തിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നാൽ വീഡിയോ എന്നുള്ളതല്ല വേറെ എന്ത് കാര്യമാണെങ്കിലും അതിലൊരു ടച്ച് എനിക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റഡി വ്ളോഗ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്നോട് സ്റ്റഡീസിനെ പറ്റി ടിപ്സൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഫസ്റ്റ് തന്നെ ഞാൻ വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ല. പിന്നെ എനിക്ക് വർക്കൗട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നിങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ മെയിനായിട്ടുള്ളത് റിവിഷൻ തന്നെയാണ്. റിവിഷൻ മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. റിവിഷൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തൊക്കെ നമ്മൾ പഠിച്ചാൽ റിവിഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നിങ്ങൾ അത്യാവശ്യം നല്ല പഠിക്കുന്ന ആൾക്കാരാണ്, മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ടിപ്സൊക്കെ കമൻസിൽ ഷെയർ ചെയ്യാം. ബാക്കിയുള്ള 10ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഹെൽപ്ഫുള്ളാവുന്ന രീതിയിൽ. കുറച്ച് ഡേയ്സ് മുന്നേ ഞാൻ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഈ ഒരു കുട്ടി മോങ്കാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് യൂണീക്കായിട്ടുള്ള ഐറ്റംസാണ് ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കാറുള്ളത്. പിന്നെ എനിക്ക് എൻ്റെ കസിൻ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്ത് തന്നിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ച് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൺഫ്യൂഷൻ ആയിരുന്നു വേണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പം എൻ്റെ സിസ്റ്റർ എനിക്ക് വാങ്ങി തന്നെയാണ് കേട്ടോ. പിന്നെ വാങ്ങിയതൊക്കെ ഒരു ഫുൾ കളിപ്പാട്ടങ്ങൾ ടൈപ്പ് സാധനങ്ങളാണ്. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കൊച്ചുകുട്ടിക്ക് പറ്റിയ ഐറ്റംസാണ് കേട്ടോ. പിന്നെ ഞാൻ സ്റ്റഡീസിൻ്റെ ആ ഒരു ഏരിയ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ബെഡിലേക്ക് ഇരുന്നിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് ഡെസ്ക് മാറ്റിയപ്പോഴുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡിലിരുന്നും പഠിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് ഉറക്കം വരുമ്പോൾ നേരെ പോയി കിടന്നുറങ്ങുകയും ചെയ്യാം. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു കോർണറിലേക്ക് മാറ്റിയപ്പം ഭയങ്കരമായിട്ട് ഈ ഒരു പഠിക്കാനൊക്കെ ഉള്ള മോട്ടിവേഷൻ കൂടിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഇവിടുന്ന്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു പകൽ സമയത്തെ സ്റ്റഡി സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ബുക്കൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കുറേ നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതും എനിക്ക് ഭയങ്കര ആവശ്യമുള്ളതുമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
സംഭവം നമുക്ക് ഭയങ്കര ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒരു പേപ്പർ പീസ് ആയാലും മതി. പക്ഷേ ഞാൻ കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ കുറച്ച് ബുക്ക് മാർക്സ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ആക്രിലിക് പെയിൻറ്റും ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പേസ്റ്റൽ കളേഴ്സിൻ്റെ ആക്രിലിക് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീനും പേസ്റ്റൽ യെല്ലോയും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടായി വരുന്നതിൽ ഒരു സൂര്യകാന്തി പൂ വരയ്ക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു പേസ്റ്റൽ യെല്ലോ ആണ് ഉണ്ടായിരുന്നത്, അതിൽ വരച്ചിട്ട് അറിയുന്ന കൂടിയില്ല. അപ്പം ഞാൻ അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റി ഈ ഒരു പേർപ്പിൾ അല്ലെങ്കിൽ ഒരു പേർപ്പിൾ അല്ല പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. വരയ്ക്കാൻ വലിയ അറിവില്ലാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസൈനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തതിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഹേർട്സ് ആണ് വരച്ചു കൊടുക്കുന്നത്. ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളതാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് വരച്ചത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഞാൻ പല വീഡിയോകളിലും ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രസമുണ്ടെന്ന് പറയുന്നത് ഒരു പൊങ്ങച്ചായിട്ടൊന്നും വിചാരിക്കേണ്ട, അതൊരു സെൽഫ് അഡ്മിറേഷനായി കണ്ടാൽ മതി. അപ്പോൾ ഈ 2 ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ ഒരു ജേർണലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ ഭംഗിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.